ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നോക്കുന്നത് +1 എക്കണോമിക്സിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം സംസാരിക്കാനാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം കണക്കാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാരൊക്കെയാണ് പറയുന്നത്? ദാദാഭായ് നവറോജി, RC ദേശായി, VK.R.V. റാവു, ഫിൻലെ ഷിറാസ്, ഇവരൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായിട്ട് പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് കാർഷിക രംഗത്തെ തകർച്ചയുടെ കാരണങ്ങൾ. എന്തൊക്കെയാണ് ഈ കാർഷിക രംഗത്തെ തകർച്ചയുടെ കാരണങ്ങളായിട്ട് പറയുന്നത് ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സെമീന്ദാരി സമ്പ്രദായമാണ്. അത് നമ്മൾ പറയാം. രണ്ടാമത്തേത് വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ. സാങ്കേതിക വിദ്യകളൊന്നും വളരെ കൂടുതലായിട്ട് കാർഷിക രംഗത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, കുറച്ചു മാത്രം വളം ചേർക്കൽ, വളരെ ശുഷ്കമായിട്ടുള്ള വളപ്രയോഗം മാത്രമാണ് കാർഷിക രംഗത്ത് ഉണ്ടായിരുന്നത്. ദെൻ ജലസേചന സൗകര്യങ്ങളുടെ അഭാവം, കൃഷിയുടെ വാണിജ്യവൽക്കരണം, ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് മാറി, ഇങ്ങനെയാണ് വാണിജ്യവൽക്കരണം വരുന്നത്. ഇത് കാർഷിക രംഗത്തെ വളരെ തകർച്ചയിലേക്ക് പോകാനുള്ള കാരണമാണ്. അതുപോലെ 1947 ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത് കാർഷിക രംഗത്തെ വളരെ തകർച്ചയിലേക്ക് നയിച്ച ഒരു കാരണമാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് കാർഷിക രംഗത്തെ തകർച്ചയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം, വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ, വളരെ കുറച്ചു മാത്രം വളം ചേർക്കൽ, ജലസേചന സൗകര്യത്തിന്റെ അഭാവം, കൃഷിയുടെ വാണിജ്യവൽക്കരണം, 1947 ഇന്ത്യ വിഭജനം. നമുക്ക് നോക്കാനുള്ളത് ജനസംഖ്യ സ്ഥിതി എങ്ങനെയായിരുന്നു. 1981 ഇന്ത്യയിലെ ജനസംഖ്യ കണക്കാക്കാനുള്ള ഒന്നാമത്തെ സെൻസസ് നടക്കുന്നത്. അപ്പോൾ ആദ്യ ജനസംഖ്യ സെൻസസ് നടക്കുന്നത് 1881. ഈ 1881 ശേഷം ദശവാർഷിക സെൻസസ് പതിവായിരുന്നു. 1921 വരെ ജനസംഖ്യ പരിവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിലായിരുന്നു ഇന്ത്യ. 1921 ശേഷം അത് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇനി പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ. കൊളോണിയൻ ഭരണകാലത്ത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും റെയിൽവേ, തുറമുഖങ്ങള്, കമ്പിത്തപാൽ, ജലഗതാഗതം തുടങ്ങിയ വികസനം ഇന്ത്യയുടെ പിൽക്കാലത്ത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചതെങ്കിലും ഇന്ത്യയിൽ അത് പിൽക്കാലത്തൊക്കെ അത് വളരെയധികം സഹായകമായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 1850 റെയിൽവേ ഗതാഗതം ഉണ്ടാക്കി. ഇത് പിന്നെ പറയുന്നത് ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിതമായിട്ടുണ്ട്. അല്ലെ, കമ്പിത്തപാൽ വികസിതമായത് 1837 കമ്പിത്തപാൽ വികസിതമാകുന്നത്. അതുപോലെ തുറമുഖങ്ങളൊക്കെ വികസിതമായി. അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്ക് വളരെ ഗണ്യമായ ഗുണം ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 1 സാമ്പത്തിക വളർച്ച, മറ്റൊന്ന് ആധുനികവൽക്കരണം, 3 സാശ്രയത്വം, 4 നീതി. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതാണ് സാമ്പത്തിക വളർച്ച. എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. എന്താണ് ഈ GDP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് ഒരു കൊല്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിനാണ് GDP എന്ന് പറയുന്നത്. ഈ GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഈ 3 മേഖലയിൽ വളർച്ച കൈവരിക്കുമ്പോഴാണ് ആ രാജ്യത്ത് GDPയുടെ വളർച്ച നിരക്ക് കൂടുന്നത്, അതായത് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ലക്ഷ്യമാണ് ആധുനീകരണം അല്ലെങ്കിൽ നവീകരണം.
നവീകരണം എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നർത്ഥം. അതായത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. ഇതിനെയാണ് ആധുനീകരണം അല്ലെങ്കിൽ നവീകരണം എന്നൊക്കെ പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷിത്തോട്ടങ്ങളിലും ഫാക്ടറികളിലും മറ്റ് സേവന രംഗത്തും നവീകരണം നടപ്പാക്കുക. അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉൽപാദനക്ഷമത ഉയരുന്നു. ഇതാണ് നവീകരണം അല്ലെങ്കിൽ ആധുനീകരണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലക്ഷ്യമായിരുന്നു സാശ്രയത്വം. എന്താണ് സെൽഫ് റിയലൻസ് അല്ലെങ്കിൽ സാശ്രയത്വം എന്ന് പറഞ്ഞാൽ? സ്വന്തം രാജ്യത്തെ വിഭവങ്ങളെ ആശ്രയിച്ച് വികസനം നടപ്പാക്കുക, അന്യരെ ആശ്രയിക്കുന്നത് പരമാവധി കുറക്കുക എന്നർത്ഥം. അതായത് മറ്റ് രാജ്യങ്ങളെ, ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക, ഇന്ത്യക്ക് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഇനി ചില കാര്യങ്ങളൊക്കെ, ചില വസ്തുക്കൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അത് ഇറക്കുമതി ചെയ്യാതെ അതിന് ബദൽ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു നയം സ്വീകരിക്കുക. ഇതിനെയാണ് സാശ്രയത്വം എന്ന് പറയുന്നത്. ഈ സാശ്രയത്വ നയം നല്ല ഫലമുള്ളതാക്കിയിരുന്നു. മറ്റൊരു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് നീതി എന്ന് പറയുന്നത്. അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതിയുടെ അഭാവത്തിൽ വളർച്ച, നവീകരണം, സാശ്രയത്വം എന്നിവയെല്ലാം നിരർത്ഥകമായി തീരും. നീതിയില്ലാതെ സാമ്പത്തിക വളർച്ചയോ ആധുനികവൽക്കരണം നടപ്പാക്കിയിട്ടോ സാശ്രയത്വം നേരിട്ടോ കാര്യമില്ല. അപ്പൊ നീതിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ നവീകരണം, സാശ്രയത്വം ഈ കാര്യങ്ങളൊന്നും എന്തില്ല, കൈവരിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. ഇനി ഇതൊക്കെ കൈവരിച്ചാലും ഇവിടുത്തെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം ദരിദ്രത്തിലാണെങ്കിൽ അതിന് അനീതി എന്ന് പറയുന്നു. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പ്രാഥമിക വിദ്യാഭ്യാസം, ചികിത്സാ സൗകര്യം എന്നിവ ഓരോ പൗരനും ലഭ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീതി കൈവരുത്തലാണ് ആസൂത്രണത്തിന്റെ, അതായത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് ഭൂപരിഷ്കാരങ്ങൾ. എന്താണ് ഭൂനയപരിഷ്കാരം? വിതരണത്തിൽ നീതി എന്നതായിരുന്നു ഭൂനയപരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് കൃഷിഭൂമി കൃഷിക്കാരന് എന്നതായിരുന്നു ഭൂനയപരിഷ്കാരത്തിന്റെ മുദ്രാവാക്യം. കൃഷിക്കാരനെ ഭൂമുടമയാക്കിയാൽ അയാൾ ഭൂമിയിൽ മൂലധന നിക്ഷേപം നടത്തി ഉൽപാദനം വർദ്ധിപ്പിക്കും. വളരെ പുരോഗമനാത്മകമായ ഒരു നയമായിരുന്നു ഇത്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ എന്നിവപോലെയുള്ള അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭൂപരിഷ്കരണങ്ങൾ വിജയകരമായി നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഹരിത വിപ്ലവം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? 1964-65 നടപ്പാക്കിയ പുതിയ കാർഷിക തന്ത്രമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ ജനങ്ങളിൽ 75% ഉപജീവനത്തിന് കൃഷിയെയാണ് ആശ്രയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ പഴഞ്ഞൻ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനത്തിലുള്ളതാക്കിയായിരുന്നു അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതികളാണ് നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാർഷിക ഉൽപാദനക്ഷമത വളരെ താഴ്ന്നിരുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യ ഇറക്കുമതിയെയും ഭക്ഷ്യസഹായത്തെയും ആശ്രയിച്ചാണ് ഇന്ത്യ കഴിഞ്ഞിരുന്നത്. ഈ ഒരു ദയനീയ അവസ്ഥയെ മാറ്റിമറിച്ചത് തീർത്തും ഹരിത വിപ്ലവം തന്നെയാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം, അതായത് 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെ, ഈ ഘട്ടത്തിൽ ഈ പുതിയ കാർഷിക തന്ത്രം പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടപ്പാക്കിയത്. മാത്രമല്ല ഉൽപാദന വർധന പ്രധാനമായും ഗോതമ്പിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവമെന്നും പലരും വിശേഷിപ്പിക്കാറുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, മറ്റൊന്ന് രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനികോപകരണങ്ങൾ, ജലസേചന സൗകര്യം, കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണന സൗകര്യം, കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യം. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹരിത വിപ്ലവത്തിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്.
എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ? ഗുണങ്ങളായിട്ട് പറയുന്നത്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. നമ്മൾ പറഞ്ഞു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ആശ്രയിച്ചിരുന്നത് അല്ലേ? അതൊക്കെ മാറി ഇന്ത്യ സ്വയം പര്യാപ്തമായി. ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിനുമുള്ള ആശ്രയത്വം കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞത് ദരിദ്ര ജനവിഭാഗത്തിന് അനുഗ്രഹമായി. ഭക്ഷ്യസാധനങ്ങൾ വരും കാലത്തേക്ക് എടുത്തു വെക്കാൻ തുടങ്ങി. അതായത് ഭക്ഷ്യക്ഷാമം നേരിടുന്ന സമയം ഉണ്ടാകും, അവിടേക്ക് എടുത്തു വെക്കാനായിട്ട് തുടങ്ങി. പൊതുവിതരണ സംവിധാനത്തിലൂടെ ദരിദ്രർക്ക് കുറഞ്ഞ വിലയ്ക്ക് ധാന്യ വിതരണം നടത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ദോഷങ്ങൾ? ധനിക കർഷകർക്കാണ് ഹരിത വിപ്ലവം കൊണ്ട് കൂടുതൽ നേട്ടമുണ്ടായത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ കീടബാധ വളരെ പെട്ടെന്ന് ബാധിച്ചു. രാസകീടനാശിനികളുടെയും ഉയർന്ന ഉപയോഗം മണ്ണിനെ വിഷമുള്ളതാക്കി. യന്ത്ര സാമഗ്രികളുടെ ഉയർന്ന ഉപയോഗം തൊഴിലില്ലായ്മക്ക് കാരണമായി. ഗോതമ്പ് ഉൽപാദനം കൂടുകയും മറ്റുള്ള ഉൽപാദനങ്ങൾ കുറയുകയും ചെയ്തു. ഇതാണ് ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. അതിലൊരു ടോപ്പിക്കാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പാശ്ചാത്തലം. എക്സാമിനൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പാശ്ചാത്തലം എന്തായിരുന്നു? എന്നാണ് ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്? 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും PV നരസിംഹറാവു പ്രധാനമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപ്പിലാക്കേണ്ടി വന്നത്? 1980-കളിൽ രാജ്യത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ ഒരു പരിഷ്കരണത്തിലേക്ക് നയിച്ചത്. എന്താണ് 80-കളുടെ പ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്ത് രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായിരുന്നു, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഇറക്കുമതി, വിദേശ നാണയ നിയന്ത്രണ നിയമം പോലെയുള്ള നിയമങ്ങൾ വിദേശ മൂലധന നിക്ഷേപത്തെ തടഞ്ഞു. അതുപോലെ ആവശ്യ സാധനങ്ങളുടെ വിലകയറ്റം, ഗൾഫ് യുദ്ധം, ഇതൊക്കെയാണ് 80-കളുടെ പ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 1980-കളിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നമ്മുടെ രാജ്യത്തെ സർക്കാർ ലോകത്തെ 2 പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളായ IMF, IBRD എന്നിവയെ സമീപിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി $7 ബില്യൺ സാമ്പത്തിക സഹായമായി നമ്മുടെ രാജ്യത്തിന് നൽകുവാൻ ഈ സ്ഥാപനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനങ്ങൾ ഫണ്ട് അനുവദിച്ചത്. അങ്ങനെ അവരുടെ നിബന്ധനകൾ പാലിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ഒരു പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം. പുത്തൻ സാമ്പത്തിക നയം ഉണ്ടാകുന്നത് 91-ലാണ്. അതിനിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് 1980-ലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1980-കളിൽ ലോകത്തെ 2 പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുകയും അങ്ങനെ അവർ $7 ബില്യൺ സാമ്പത്തികമായി സഹായം ചെയ്യുകയും ചെയ്തു. എന്നാൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഫണ്ട് അനുവദിച്ചത്. അങ്ങനെ ആ നിബന്ധനകൾ പാലിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ഒരു പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി പറയുന്നത് ഔട്ട്സോഴ്സിങ്, പുറം വാങ്ങൽ. എന്താണ് ഈ പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ? പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് സ്വീകരിക്കുക, അതായത് പുറമേയുള്ളവരെ ആശ്രയിക്കുക എന്നർത്ഥം. നമ്മുടെ രാജ്യത്തെ വിവിധ കമ്പനികൾ അവയുടെ പ്രവർത്തന മേഖലകളിൽ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുടെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ട്. പ്രധാനമായും BPO സെന്ററുകൾ, സൗണ്ട് റെക്കോർഡിംഗ്, അക്കൗണ്ടിംഗ്, ഫിലിം എഡിറ്റിംഗ്, അധ്യാപനം, ചികിത്സാ രീതികൾ മുതലായ മേഖലകളിലെല്ലാം ഇത്തരം സേവനങ്ങളെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ പുറമേയുള്ളവരെ ആശ്രയിക്കുക എന്നാണ് പുറം വാങ്ങലിന്റെ അർത്ഥം. ഈ പുറം വാങ്ങൽ നയം നിരവധി നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തൊക്കെ നേട്ടങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വിവര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് സഹായിക്കുന്നുണ്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ആഗോള വിപണി മെച്ചപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് പുറം വാങ്ങൽ നയം, നിരവധി പുറം വാങ്ങൽ നയം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ലോക വ്യാപാര സംഘടന WTO
1995 ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. 1948 രൂപം കൊണ്ട ഗാറ്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപമാറ്റം വരുത്തിയാണ് WTO ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തുടക്കം മുതലേ ഇതിലെ ഒരു അംഗരാജ്യമാണ്. എന്തൊക്കെയാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്തുക, വ്യാപാര രംഗത്തുള്ള താരിഫ് അതുപോലെ താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഒരു സ്വതന്ത്ര വ്യാപാരം സൃഷ്ടിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തെ ചാപ്റ്റർ, ദാരിദ്ര്യം, പോവർട്ടി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം. 1ാമത്തേത്, എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യം ഒരു സാമൂഹിക സാമ്പത്തിക പ്രശ്നമാണ്. എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യത്തെ നിർവചിച്ചിരിക്കുന്നത് മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്നറിയപ്പെടുന്നത്. ഇനി ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വം ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. സാമൂഹികമായ ഒറ്റപ്പെടൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. തൊഴിലില്ലായ്മ ദാരിദ്ര്യത്തിനുള്ള കാരണമാണ്. അതുപോലെ വരുമാനത്തിൻ്റെയും ആസ്തികളുടെയും കുറവ്, കടബാധ്യത, അമിത ജനസംഖ്യ ഇതൊക്കെയാണ് ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി പറയുന്നത് ദാരിദ്ര്യ രേഖ. എന്താണ് ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞാൽ? ദാരിദ്ര്യ നിരക്ക് കണ്ടെത്തുവാനുള്ള മാനദണ്ഡമാണ് ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ദാരിദ്ര്യരേഖ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ദാദാഭായ് നവറോജിയാണ് ആദ്യമായി ദാരിദ്ര്യരേഖ നിർവഹിച്ചത്. ശ്രദ്ധിക്കുക, ആദ്യമായി ദാരിദ്ര്യരേഖ നിർണയിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖയെ നിർവചിച്ചിട്ടുണ്ട്. ഏതടിസ്ഥാനത്തിൽ? ഒരു ശരാശരി ഇന്ത്യക്കാരന് ഒരു ദിവസം ലഭിക്കുന്ന പോഷകാഹാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖയെ നിർവചിച്ചിട്ടുള്ളത്. നിർവചനം എന്ന് പറയുന്നത്, ഒരു നഗരവാസിക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2100 കലോറി പോഷകാഹാരവും ഒരു ഗ്രാമവാസിക്ക് ഏറ്റവും കുറഞ്ഞത് 2400 കലോറി പോഷകാഹാരക്കുറവും ലഭിക്കുന്നുവെങ്കിൽ അയാൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി പരിഗണിക്കപ്പെടും. ഇങ്ങനെയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖയെ നിർവചിച്ചിട്ടുള്ളത്. ദാരിദ്ര്യത്തിൻ്റെ തരംതിരിവുകൾ. ദാരിദ്ര്യത്തിന് 3 തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് തീവ്ര ദരിദ്രർ, 2 ഇടക്കാല ദാരിദ്രർ, 3 ദാരിദ്ര്യമില്ലാത്തവർ. തീവ്ര ദരിദ്രർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒട്ടുമുക്കാൽ കാലയളവിലും അവർ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്ന വിഭാഗത്തിനെയാണ് തീവ്ര ദരിദ്രർ എന്ന് പറയുന്നത്. ഇടക്കാല ദരിദ്രർ എന്ന് പറയുന്നത് അവർ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാൽ കാലയളവിലും ദാരിദ്ര്യം അനുഭവിക്കുന്നില്ല, ചില കാലയളവിൽ മാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗമാണ് ഇടക്കാല ദരിദ്രർ എന്ന് പറയുന്നത്. 3ാമത്തെ എന്ന് പറയുന്നത് ദാരിദ്ര്യമില്ലാത്തവർ. അവർ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല? ദാരിദ്ര്യം അനുഭവിക്കുന്നേ ഇല്ല. ഇങ്ങനെ 3ആയിട്ടാണ് ദാരിദ്ര്യത്തിൻ്റെ തരംതിരിവുകൾ വരുന്നത്. ഇനി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാനായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ 3 സമീപനങ്ങളാണുള്ളത്, 3 മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1ാമതാണ് വളർച്ചയോന്മുഖ സമീപനം, 2 തൊഴിൽ രൂപീകരണ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങളും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തലും. ഇങ്ങനെ 3 മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1ാമത്തേത് വളർച്ചയോന്മുഖ സമീപനം. എന്താണ് വളർച്ചയോന്മുഖ സമീപനം എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കാം എന്നതാണ് ഈ ഒരു കാഴ്ചപ്പാടായിട്ട് വരുന്നത്. ഇതിനായി രാജ്യത്തിൻ്റെ GDPയും പ്രതിശീർഷ വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതാണ്. സ്വത്തിലും വരുമാനത്തിലും സമത്വം വിതരണം നടക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ ക്രമേണ ദരിദ്രർക്കിടയിലേക്ക് കനിഞ്ഞിറങ്ങുന്നതാണ്. ഇതിലൂടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാം എന്നതാണ് 1ാമത്തെ സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിച്ചാൽ ദാരിദ്ര്യം ഇല്ലാതെയാക്കാം. അങ്ങനെ സാമ്പത്തിക കൈവരിക്കലും അതുപോലെ സമത്വ വിതരണവും നടക്കണം. എങ്കിൽ മാത്രമാണ് ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട് കഴിയുള്ളൂ. 2ാമത്തേതാണ് തൊഴിൽ രൂപീകരണ പദ്ധതികൾ.
തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലൂടെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ്. ഇതാണ് 2. ഇതിനായി പ്രധാനമായും 2 മാർഗങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ഒന്ന് സ്വയം തൊഴിൽ പദ്ധതികൾ, മറ്റൊന്ന് തൊഴിലിന് കൂലി നൽകുന്ന പദ്ധതികൾ. സ്വയം തൊഴിൽ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ധാരാളം പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യകാലത്തെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകിയിരുന്നത് ഈ സർക്കാർ തന്നെയായിരുന്നു. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞത് സ്വയം തൊഴിൽ കണ്ടെത്തുക. ഗ്രാമപ്രദേശങ്ങളിലെ നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തൊഴിൽ സ്വയം കണ്ടെത്തുന്നതിനുള്ള ഒരുപാട് പദ്ധതികൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് തൊഴിലിന് കൂലി നൽകുന്ന പദ്ധതികൾ. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. തൊഴിലിന് കൂലി നൽകുന്ന പദ്ധതി. 2005 ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പുവരുന്നതിനായി സർക്കാർ ഒരു നിയമം പാസ്സാക്കി. NREG ആക്ട് 2005, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ കുടുംബത്തിലെയും ചുരുങ്ങിയത് ഒരു വ്യക്തിക്കെങ്കിലും ഒരു വർഷം 100 ദിനങ്ങളിൽ കുറയാതെ വേതനം നൽകിക്കൊണ്ട് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താനുള്ള നിയമമാണ് പാസ്സാക്കിയത്. ഈ നിയമത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീൺ തൊഴിൽ ഉറപ്പ് പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ 2 തൊഴിൽ രൂപീകരണ പദ്ധതികളിൽ 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് സ്വയം തൊഴിൽ പദ്ധതികൾ. സ്വയം തൊഴിൽ പദ്ധതികൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് സർക്കാർ. രണ്ടാമത്തേത് തൊഴിലിന് കൂലി നൽകുന്ന പദ്ധതികൾ. തൊഴിലടുപ്പിച്ച് അതിന് കൂലി നൽകുന്ന പദ്ധതികളാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തലും എന്ന് പറഞ്ഞാൽ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുക, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ, ശുദ്ധജല വിതരണം, ശുചീകരണ സൗകര്യങ്ങൾ മുതലായവ ജനങ്ങൾക്ക് നൽകുക, ഉച്ചയൂണ് പദ്ധതി പ്രോത്സാഹിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, വിവിധ തരം പെൻഷനുകൾ മുതലായവയൊക്കെ നടപ്പിലാക്കുക, പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്തുക. ഇതാണ് സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങളും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള 3 മാർഗങ്ങളാണ്. ഒന്ന് വളർച്ചയോന്മുഖ സമീപനം, സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കാം. രണ്ടാമത്തെന്ന് പറയുന്നത് തൊഴിൽ രൂപീകരണ പദ്ധതികൾ. അതിനുവേണ്ടി 2 എണ്ണമാണ്. സ്വയം തൊഴിൽ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്, അതുപോലെ തൊഴിലിന് കൂലി നൽകുന്ന പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്താണ് സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ഉറപ്പുവരുത്തുകൾ. അതിലെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു. അടുത്ത ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ മനുഷ്യ മൂലധന രൂപീകരണം ഇന്ത്യയിൽ. അതിൽ പറയാനുള്ളത് എന്താണ് മനുഷ്യ മൂലധനം? വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, വിവരങ്ങൾ ശേഖരിക്കൽ മുതലായവക്കായി ജനങ്ങൾ ചെലവുകൾ നടത്താറുണ്ട് അല്ലേ? ഇത്തരം നിക്ഷേപ ചെലവുകൾ ഉൾപ്പെട്ടതാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, വിവരങ്ങൾ ശേഖരിക്കൽ മുതലായവയ്ക്കായി ജനങ്ങൾ നിക്ഷേപിക്കുന്ന ചെലവുകളെയാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മനുഷ്യ മൂലധനത്തിനുള്ള ഉറവിടങ്ങൾ എന്ന് പറയുന്നത്? 1 വിദ്യാഭ്യാസം, 2 ആരോഗ്യം, 3 തൊഴിൽ പരിശീലനം, മറ്റൊന്ന് കുടിയേറ്റം, മറ്റൊന്ന് ഇൻഫോർമേഷൻ. ഇതൊക്കെയാണ് മനുഷ്യ മൂലധനത്തിനുള്ള ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്താണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഒരു ഉറവിടമാണ്. വിദ്യാഭ്യാസത്തിനായി ജനങ്ങൾ നടത്തുന്ന ചെലവുകൾ മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യനന്മക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? പ്രധാനമായും വിദ്യാഭ്യാസം രാജ്യനന്മക്ക് പ്രയോജനപ്പെടുന്നത് 1 ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, അതുപോലെ നൈപുണ്യവും കാര്യക്ഷമതയുമുള്ള തൊഴിലാളികളെ നൽകുന്നുണ്ട്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഭാവിയിൽ വരുമാനം നൽകുന്നുണ്ട്, അതുപോലെ പരിജ്ഞാനമുള്ള സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് രാജ്യത്തിനുള്ള പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മനുഷ്യ മൂലധനത്തിനുള്ള ഒരു ഉറവിടമാണെന്ന് പറയാം. രണ്ടാമതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നിരവധി രോഗചികിത്സയ്ക്കും ശുദ്ധമായ കുടിവെള്ള ലഭ്യതയ്ക്കും ശുചീകരണ സൗകര്യങ്ങൾക്കും മറ്റുമായി ചെലവുകൾ നടത്തുമ്പോൾ ജനങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കാൻ കഴിയുന്നു.
അതുകൊണ്ട് തന്നെ ഇത്തരം ചെലവുകൾ മനുഷ്യ മൂലധനത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യമെന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമായിട്ട് കണക്കാക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു ഉറവിടമാണ് തൊഴിൽ പരിശീലനം എന്ന് പറയുന്നത്. സർക്കാരും സ്വകാര്യ സംരംഭങ്ങളും ആ മേഖലയിൽ തൊഴിലാളികൾക്കായി പരിശീലനം നൽകാറുണ്ട്. ഇങ്ങനെ പരിശീലനം നൽകുന്നതിലൂടെ തൊഴിലാളികളുടെ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ തൊഴിൽ പരിശീലനത്തിനായി നടത്തുന്ന ചെലവുകൾ മനുഷ്യ മൂലധനത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചെലവുകൾ മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമായി കണക്കാക്കാം. അപ്പോൾ തൊഴിൽ പരിശീലനം എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങളാണ്. ദെൻ നാലാമതാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. കുടിയേറ്റം എന്നത് ഇക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ്, അല്ലേ? നമ്മളിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ജനങ്ങൾ കുടിയേറി പാർക്കുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തൊഴിലില്ലായ്മ. അവർ താമസിക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ. രണ്ടാമത്തത്, വിദേശത്ത് കൂടുതൽ നല്ല ജോലിക്ക് അല്ലെങ്കിൽ ജീവിതത്തിനുള്ള സാധ്യത. ഈ 2 കാരണം കൊണ്ടാണ് കുടിയേറ്റം നടക്കുന്നത്. കുടിയേറ്റത്തിന് നല്ല ചിലവുകളുണ്ട്, അല്ലേ? എന്നാൽ ചിലവിനേക്കാൾ അധികം ഗുണം നൽകുന്നതിനാൽ ജനങ്ങൾ കുടിയേറി പേർക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെ കുടിയേറ്റം എന്നത് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഒരു ഉറവിടമായി കണക്കാക്കാവുന്നതാണ്. ഇനി 5ാമത്തതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഒരു ഉറവിടമാണ്. കാരണം തക്കതായ കോഴ്സുകൾ, കൃത്യമായ കോഴ്സുകൾ, ആ കോഴ്സുകൾ ലഭ്യമാകുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, ഈ വിവിധ ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പള നിരക്കുകൾ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സുപ്രധാനമാണ്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചെലവുകൾ മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ മൂലധനത്തിനുള്ള ഉറവിടങ്ങൾ: വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫോർമേഷൻ. അടുത്ത ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ ഗ്രാമീണ വികസനം, റൂറൽ ഡെവലപ്മെൻറ്റ്. അതിലെ ടോപ്പിക്കുകൾ പറയുന്നു. ഗ്രാമീണ വികസനത്തിൽ കാർഷിക വിപണന സംവിധാനത്തിൻ്റെ പങ്ക്. എന്താണ് കാർഷിക വിപണനം എന്ന് പറഞ്ഞാൽ? കാർഷിക വിപണനം എന്ന് പറഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, പ്രോസസ്സിംഗ്, തരംതിരിക്കൽ, ഗതാഗതം, സംഭരണം, വിൽപ്പന മുതലായവ എല്ലാം ഉൾപ്പെട്ടതിനെയാണ് കാർഷിക വിപണനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാർഷിക വിപണന സംവിധാനത്തിന് നിരവധി പോരായ്മകൾ അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? ഉൽപ്പാദനത്തെ സംബന്ധിക്കുന്ന കൃത്യമായ കണക്കില്ലായ്മ ഒരു പോരായ്മയാണ്. വില നിലവാരത്തെക്കുറിച്ച് കർഷകർക്ക് കൃത്യമായ അറിവില്ലായ്മ മറ്റൊരു പോരായ്മ. സംഭരണ ശീതീകരണ സൗകര്യങ്ങളുടെ കുറവ്. ശീതീകരണം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കേടുവരാതിരിക്കാനുള്ള ഒരു പ്രോസസ്സിങ്. അപ്പോൾ സംഭരണ ശീതീകരണ സൗകര്യങ്ങളുടെ കുറവ്, ഇടനിലക്കാരുടെ ക്രൂരമായ ചൂഷണം, ഇതൊക്കെയാണ് ഈ ഗ്രാമീണ അല്ലെങ്കിൽ കാർഷിക വിപണന സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു, അല്ലേ? മേൽപ്പറഞ്ഞ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു. എന്തൊക്കെയാണ് നടപടികളെന്ന് നോക്കാം. ഒന്ന്, ഗതാഗതം, സംഭരണം, ശീതീകരണം മുതലായവർക്ക് സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. താങ്ങുവില നയവും പൊതുവിതരണ സമ്പ്രദായം പ്രോത്സാഹിപ്പിച്ചു. താങ്ങുവില എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉറപ്പ് നൽകുന്ന ഒരു വിലയാണ് താങ്ങുവില എന്ന് പറയുന്നത്. ഏതാണ്ട് 24-23 വിളകൾക്കാണ് താങ്ങുവിലയുള്ളത്. ഓക്കെ, ഇപ്പോൾ കമ്പോളത്തിൽ നമ്മൾ ആ സാധനം വിൽക്കുകയാണെങ്കിൽ ആ താങ്ങുവിലയിൽ താഴെയാണെങ്കിൽ സർക്കാർ ഏജൻസികൾ താങ്ങുവിലയിൽ അത് മേടിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊന്ന് പറയുന്നത് സഹകരണ വിപണനം പ്രോത്സാഹിപ്പിച്ചു. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി. റെഗുലേറ്റഡ് വിപണികൾ ആരംഭിച്ചു. മറ്റു അനുബന്ധ വിപണന ചാനലുകൾ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്ന് പറയുന്നത്. ഗ്രാമീണ ഉൽപ്പാദന മേഖലയിൽ ഗ്രാമീണ വൈവിധ്യവൽക്കരണത്തിൻ്റെ പ്രാധാന്യം അടുത്ത ടോപ്പിക്കാണ്.
ഗ്രാമീണ വികസനത്തിൽ ഗ്രാമീണ വൈവിധ്യവൽക്കരണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വരുമാനം വർദ്ധിക്കുവാനും കാർഷികാടിസ്ഥാന വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമീണ വൈവിധ്യവൽക്കരണം കൊണ്ട് സാധ്യമാണ്. നമ്മുടെ രാജ്യത്ത് പ്രധാനമായുമുള്ള ഗ്രാമീണ വൈവിധ്യവൽക്കരണ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കന്നുകാലി വളർത്തൽ. 2. മത്സ്യബന്ധനം. 3. ഹോർട്ടിക്കൾച്ചർ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതാണ് കന്നുകാലി വളർത്തൽ. ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമാണ് കന്നുകാലി വളർത്തൽ എന്നുള്ളത്. പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്. ഏകദേശം 70 മില്യൺ ജനങ്ങൾ ഉപജീവനത്തിനുള്ള വരുമാനം ഈ മേഖലയിൽ കണ്ടെത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ ഗ്രാമീണ സ്ത്രീകൾക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ ലഭിക്കുന്നുണ്ട്. കന്നുകാലി വളർത്തൽ വികസിച്ചതോടെ നമ്മുടെ രാജ്യത്ത് പാലുൽപാദനം 1966 മുതൽ 1969 വരെ വൻതോതിൽ വർദ്ധിച്ചു. ഇതിനെ ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ? കന്നുകാലി വളർത്തൽ വികസിച്ചതോടെ നമ്മുടെ രാജ്യത്ത് പാലുൽപാദനം 1966 മുതൽ 1969 വരെ വൻതോതിൽ വർദ്ധിച്ചു. ഇതിനെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഗ്രാമീണ ജനതയുടെ മറ്റൊരു ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഉൾനാടൻ ജലസ്രോതസ്സുകളിലും സമുദ്രങ്ങളിലും മത്സ്യബന്ധനം നടക്കുന്നുണ്ട്. 49% മത്സ്യബന്ധനം നടക്കുന്നത് ഉൾനാടൻ ജലസ്രോതസ്സുകളിലാണ്. കേരളം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് മത്സ്യബന്ധനം വളരെ സജീവമാണ്. എന്നാൽ ഈ ഉപജീവന മേഖലയ്ക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? മീൻപിടുത്തക്കാരുടെ താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട് ഒരു പ്രശ്നമാണ്. തൊഴിലില്ലായ്മ അധികമുണ്ടാവാറില്ല. നിരക്ഷരത മറ്റൊരു പ്രശ്നമാണ്. കടക്കെണി, താണ പ്രതിശീർഷ വരുമാനം ഇതൊക്കെയാണ് ഈ ഒരു മത്സ്യബന്ധന മേഖലയ്ക്ക് ഉള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇനി ഹോർട്ടിക്കൾച്ചർ, മൂന്നാമത്തത്. എന്താണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ? പഴങ്ങൾ, പച്ചക്കറികൾ, പുഷ്പങ്ങൾ മുതലായവ വളർത്തുന്ന മേഖലയിൽ ഗ്രാമീണർ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. ഈ സംവിധാനമാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ, പച്ചക്കറികൾ, പുഷ്പങ്ങൾ മുതലായവ വളർത്തുന്ന മേഖലയിൽ ഗ്രാമീണർ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനെയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 19% ഗ്രാമീണർ ഈ മേഖലയിൽ നിന്ന് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമീണ വികസനത്തിന് ഈ ഉപജീവന മാർഗം വളരെയധികം സഹായിക്കുന്നു. 1991 മുതൽ 2003 വരെ ഹോർട്ടിക്കൾച്ചറിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടായ ഉൽപാദന വർധവിനെ ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം എന്ന് പറഞ്ഞാൽ? 1991 മുതൽ 2003 വരെ ഹോർട്ടിക്കൾച്ചറിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടായ ഉൽപാദന വർധനവിനെയാണ് ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, തൊഴിൽ വളർച്ച, അനൗപചാരികവൽക്കരണം, മറ്റു പ്രശ്നങ്ങൾ. അതിലെ ടോപ്പിക്കുകൾ പറയാം. തൊഴിലാളികളുടെ തരങ്ങളാണ്. 3ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. 1 സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, 2 നിത്യകൂലിക്കാർ, 3 ശമ്പളം കൈപ്പറ്റുന്നവർ. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതാണ് സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. ഒരാൾ സ്വന്തമായി ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയും അയാൾ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ എനിക്കൊരു സ്ഥാപനമുണ്ട്, ഒരു കടയുണ്ട്, ആ കടയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ജോലി ചെയ്യാനായിട്ട്. എങ്കിൽ പറയാം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരാൾക്കൊരു സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഒരു കടയോ അല്ലെങ്കിൽ എന്തോ ഉണ്ട്, അയാൾ അതിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ വിഭാഗമാണ് നിത്യകൂലിക്കാരെന്ന് പറയുന്നത്. മറ്റൊരാളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ജോലി ചെയ്യുകയും ദിവസേന കൂലി കൈപ്പറ്റുകയും ചെയ്യുന്ന തൊഴിലാളികളാണ് നിത്യകൂലിക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സാധാരണ പണിയെടുക്കുന്ന ആളുകളൊക്കെ അവരാരുടെ കീഴിലൊക്കെ നിന്ന് ദിവസം കൂലി കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലേ.
ഓക്കെ, അവർ അതിന് നിത്യകൂലിക്കാരെന്ന് പറയാം. ഇനി മൂന്നാമതാണ് ശമ്പളം കൈപ്പറ്റുന്നവർ. മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒക്കെ ശമ്പളം കൈപ്പറ്റുന്ന ആളുകൾ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ അധ്യാപകർ, വക്കീലന്മാർ, ഇങ്ങനെ ഇവരൊക്കെ മാസത്തിലൊക്കെ ശമ്പളം കൈപ്പറ്റുന്നവരാണ്. ഇപ്പം ഈ വിഭാഗമാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൊഴിലാളികളുടെ തരംതിരിവുകൾ മൂന്നെണ്ണമായിട്ട് നമ്മൾ തരംതിരിച്ചു. ഒന്ന് സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുന്നവർ, അതെന്താണെന്ന് പറഞ്ഞു. രണ്ട് നിത്യകൂലിക്കാർ, അതെന്താണെന്ന് പറഞ്ഞു. മൂന്നാമത്തത് ശമ്പളം കൈപ്പറ്റുന്നവർ, അതും പറഞ്ഞു. അടുത്തൊരു ടോപ്പിക്കാണ് സംഘടിത തൊഴിലാളികൾ, അസംഘടിത തൊഴിലാളികൾ. അതായത് ഔപചാരിക തൊഴിലാളികൾ, അനൗപചാരിക തൊഴിലാളികൾ. തൊഴിൽ ശക്തിയുടെ ഔപചാരികവൽക്കരണവും അനൗപചാരികവൽക്കരണവും. ഇന്ത്യയിൽ തൊഴിൽ മേഖലയിൽ ഔപചാരിക തൊഴിലാളികളെയും അനൗപചാരിക തൊഴിലാളികളെയും കാണാം. ആരാണ് ഔപചാരിക തൊഴിലാളികൾ, ആരാണ് അനൗപചാരിക തൊഴിലാളികൾ? ഔപചാരിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനമോ സ്വകാര്യ സ്ഥാപനമോ 10 അതിൽ കൂടുതലോ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഔപചാരിക തൊഴിലാളികൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ 10 അതിൽ കൂടുതലോ തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനമോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികളെ എന്ത് വിളിക്കാം? ഔപചാരിക തൊഴിലാളികൾ എന്ന് വിളിക്കാം. ഔപചാരിക തൊഴിലാളികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് പറയുന്നത്? സംഘടിത മേഖലയിലെ തൊഴിലാളികളായിരിക്കും, അല്ലെ? ഒരു സംഘടിത ഉണ്ടാവും, അവർക്ക് ഒരു സംഘടന ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. രണ്ടാമത്തേത് ശമ്പളം കൈപ്പറ്റുന്നവരായിരിക്കും. 3 തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നവരായിരിക്കും. ഉയർന്ന ജീവിത നിലവാരമുള്ളവർ, തൊഴിൽ നിയമത്തിലൂടെ തൊഴിൽ സംരക്ഷണം ലഭിക്കുന്നവർ. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും അതിലൂടെയൊക്കെ പ്രവർത്തിച്ചു വരുന്നവരാണ് ഔപചാരിക തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇനി അനൗപചാരിക തൊഴിലാളികൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിന് താഴെയുള്ള തൊഴിലാളികളെയാണ് അനൗപചാരിക തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകതകൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികളായിരിക്കും. സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുന്നവരും നിത്യകൂലിക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുന്ന നിത്യകൂലിക്കാർ. അപ്പോൾ അവരൊക്കെ വരുന്നത് അനൗപചാരിക തൊഴിലാളികളാണ്. ശമ്പളം കൈപ്പറ്റുന്നവരൊക്കെ ഇതിലാണ്, ഔപചാരിക തൊഴിലാളികളിലാണ്. ഓക്കെ, തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കാത്തവർ, തൊഴിൽ സംരക്ഷണം ലഭിക്കാത്തവർ, തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കാത്തവർ, പൊതുവെ താഴ്ന്ന ജീവിത നിലവാരമുള്ള തൊഴിലാളികൾ, ഇതൊക്കെയാണ് അനൗപചാരിക തൊഴിലാളികളിൽ പറയുന്നത്. അടുത്ത ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സൗകര്യങ്ങൾ. എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന സൗകര്യങ്ങളിൽ പെട്ടതാണ് ഗതാഗതം, ഊർജം, ആശയവിനിമയം, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ പാർപ്പിടം, ശുചിത്വ സൗകര്യങ്ങൾ. ഇതൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടിസ്ഥാന സൗകര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സാമ്പത്തികം, മറ്റൊന്ന് സാമൂഹികം. അപ്പോൾ സാമ്പത്തിക അടിസ്ഥാന സൗകര്യത്തിൽ വരുന്നതാണ് ഊർജം, ഗതാഗതം, വാർത്താവിനിമയം എക്സെട്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽപ്പെടുന്നതാണ് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്നതാണ്. ഇനി സാമൂഹിക സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ പെട്ടതാണ് വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, ദെൻ പാർപ്പിടം. ഇതൊക്കെയാണ് സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്നത്. ഓക്കെ, ഇനി പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം. എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് പറയുന്നത്? ജീവിത നിലവാരം ഉയർത്തുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട്, തീർച്ചയായിട്ടും. അതുപോലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറയ്ക്കുന്നു. ഉൽപാദന ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സംവിധാനം നൽകുന്നു. വ്യവസായവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നു. കാർഷിക വികസനത്തെ പിന്തുണയ്ക്കുന്നു. ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ആരോഗ്യം. എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ആരോഗ്യം എന്നാൽ രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, ഒരാളുടെ ശേഷി തിരിച്ചറിയാനുള്ള കഴിവ് കൂടിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ മാത്രം എന്നുള്ളതല്ല, അതിന് പുറമെ ഒരാളുടെ ശേഷി തിരിച്ചറിയാനുള്ള കഴിവ് കൂടിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. നല്ല ആരോഗ്യത്തിൻ്റെ സൂചകങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കുറഞ്ഞ മരണനിരക്കായിരിക്കും, കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, ഉയർന്ന പോഷകാഹാരം, നല്ല ശുചിത്വ സൗകര്യങ്ങൾ, നല്ല ആരോഗ്യ പരിരക്ഷ സംവിധാനം. ഇതൊക്കെയാണ് നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടോപ്പിക്കാണ് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നഗര ഗ്രാമ അസമത്വമാണ്. 5-1 നിലക്ക്
എന്ന തോതിലുള്ള ആശുപത്രികൾ മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ കുറവ്. ഗ്രാമപ്രദേശങ്ങളിൽ കിടക്കകളുള്ള 11% ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നഗര ഗ്രാമ അസമത്വം എന്ന് പറയുന്നത്. ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു അസമത്വമാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ധനിക ദാരിദ്ര്യ അസമത്വം എന്ന് പറയുന്നത്. ധനികർക്ക് മെച്ചപ്പെട്ട മെഡിക്കൽ സൗകര്യം ലഭ്യമാണ്, എന്നാൽ ചികിത്സക്കായി പാവപ്പെട്ടവർക്ക് മതിയായ വരുമാനമില്ല. ദരിദ്രരായ 20% പേർ അവരുടെ വരുമാനത്തിൻ്റെ 12% ആരോഗ്യത്തിനായി ചിലവഴിക്കുമ്പോൾ സമ്പന്നരായ 20% പേർ അവരുടെ വരുമാനത്തിൻ്റെ വെറും 2% മാത്രമാണ് ആരോഗ്യത്തിനായി ചിലവഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു അസമത്വം, ധനിക ദാരിദ്ര്യ അസമത്വം ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ പറയാം. മറ്റൊരു പ്രശ്നമാണ് രോഗങ്ങളുടെ ഭാരം. ഒരുപാട് രോഗങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരികയാണ്. വർദ്ധിക്കുന്ന പകർച്ചവ്യാധികൾ, ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയവയുടെ ഭീഷണി, ജലജന്യ രോഗങ്ങൾ മൂലം കുട്ടികളുടെ മരണം, കുട്ടികളുടെയും ദരിദ്രരുടെയും പോഷകാഹാരക്കുറവ്. അടുത്തൊന്നാണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ. സ്വകാര്യവൽക്കരണം സാമൂഹിക ക്ഷേമത്തെ കുറയ്ക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ സൗകര്യങ്ങൾ സമ്പന്നർക്ക് മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ. ദരിദ്രർക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് സ്വകാര്യ മേഖല എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം നല്ല പണം കൊടുത്തുകൊണ്ടാണ് അവിടെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സമ്പന്നർക്ക് മാത്രമേ അതുകൊണ്ട് അധികം പ്രയോജനപ്പെടുന്നുള്ളൂ. അഞ്ചാമതാണ് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. മറ്റൊന്നാണ് സർക്കാർ നിക്ഷേപത്തിൻ്റെ കുറവ്. അപ്പോൾ ഇതൊക്കെയാണ് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട്. 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതി സുസ്ഥിര വികസനം. ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നോക്കാം. സുസ്ഥിര വികസനം കൈവരിക്കാൻ എന്തൊക്കെ ചെയ്യണം, സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. എന്താണ് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് ഉപയോഗിച്ചു വരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൗരോർജ്ജം, തിരമാലയിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇവ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ്. അതുകൊണ്ട് മാത്രമല്ല ഇവയുടെ ഉപയോഗം കൊണ്ട് പരിസ്ഥിതിക്ക് അധികം ദോഷം ചെയ്യാറുമില്ല. അതുകൊണ്ട് പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗിക്കുക. ഇതാണ് സുസ്ഥിര വികസനത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ LPG, ഗോബർ ഗ്യാസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ഇവ രണ്ടും എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇന്ധനത്തിനായി ഗ്രാമപ്രദേശത്ത് വിറകുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് വനനശീകരണത്തിന് കാരണമാകുകയും പരിസ്ഥിതി പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി ഗ്രാമപ്രദേശങ്ങളിൽ ഗ്യാസ് LPG, ഗോബർ ഗ്യാസ് എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മറ്റൊന്നാണ് നഗരങ്ങളിൽ CNG പ്രോത്സാഹിപ്പിക്കുക. വായുമലിനീകരണം നഗരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് അല്ലേ. ഇത് പരിഹരിക്കുന്നതിനായി ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ നിന്ന് CNG പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് പ്രോത്സാഹിപ്പിക്കുക. ഇനി നാലാമത്താണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ ഉപയോഗിക്കുക. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത ഏറ്റവും ചെലവ് കുറഞ്ഞൊരു ഊർജ്ജ രൂപമാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ഇത് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനാൽ പരമാവധി ഈ ഒരു ഊർജ്ജ സ്രോതസ്സിനെ ഉപയോഗിക്കുക. മറ്റൊന്നാണ് സൗരോർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുക. സൂര്യൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ് അല്ലേ. അതുകൊണ്ട് ഈ ഊർജ്ജ രൂപത്തെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അതിനാൽ വികസനം സുസ്ഥിരമാക്കുന്നതിനായി സൗരോർജ്ജത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക, ആശ്രയിക്കുക. മറ്റൊന്നാണ് പരമ്പരാഗതമായ അറിവുകളും ജീവിത രീതികളും പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പരമ്പരാഗതമായ പല അറിവുകളും ജീവിത രീതികളും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവി തലമുറകളിലേക്ക് ആ അറിവുകൾ പകർന്നു നൽകുകയും അവരെ കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ സുസ്ഥിര വികസനം കൈവരിക്കാമെന്നാണ്. മറ്റൊന്ന് ചെറുകിട വൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുക. പലപ്പോഴും വൻകിട ജലവൈദ്യുത പദ്ധതികൾ വനനശീകരണം പോലെയുള്ള പരിസ്ഥിതി പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ജലവൈദ്യുത പദ്ധതികളായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്.
അടുത്തത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം മണ്ണിൻ്റെ നശീകരണത്തിനും മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതിനാൽ രാസവളങ്ങൾക്കും രാസകീടനാശിനികൾക്കും പകരമായി ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുള്ള പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറയുന്നത്. ആഗോളതാപനം. എന്താണ് ആഗോളതാപനം എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷ ഊഷ്മാവ് ക്രമേണ വർദ്ധിച്ചു വരിക. ഇതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണങ്ങൾ മോട്ടോർ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം, വനനശീകരണം, വ്യവസായവൽക്കരണം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോ ഓക്സൈഡിൻ്റെയും ഒക്കെ പുറന്തള്ളൽ, ഇതൊക്കെയാണ് ആഗോളതാപനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. ആഗോളതാപനം കൊണ്ട് കാട്ടുതീ, വരൾച്ച, കടലിൻ്റെ അസിഡിറ്റി വർദ്ധിക്കൽ, അതുപോലെ മൃഗങ്ങളുടെ കുടിയേറ്റം, വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ആഗോളതാപനം കൊണ്ട് ഉണ്ടാവാറുണ്ട്. 10ാമത്തെ ചാപ്റ്റർ ഇന്ത്യയും അയൽരാജ്യങ്ങളും വികസനാനുഭവങ്ങളുടെ താരതമ്യം. അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കുന്നത് ചൈനയുടെ വികസന മാതൃകയാണ്. എന്താണ് ചൈനയുടെ വികസന മാതൃക? നോക്കാം. 1958 വ്യാവസായിക വികസനത്തിനായി ചൈന മഹത്തായ കുതിച്ചുചാട്ട നയം സ്വീകരിച്ചു. അപ്പോൾ വ്യവസായ വികസനത്തിനായിട്ട് ഒരു മുന്നിലേക്കുള്ള കുതിച്ചുചാട്ടം എന്ന് പറയുന്ന ഒരു നയം പ്രഖ്യാപിച്ചു. മാവോയുടെ നേതൃത്വത്തിലാണ് ഈ നയം പ്രഖ്യാപിക്കുന്നത് നടക്കുന്നത്. അതുപോലെ കാർഷിക വികസനത്തിനായി കമ്മ്യൂൺ സമ്പ്രദായം നടപ്പിലാക്കി. എന്താണ് ഈ കമ്മ്യൂൺ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ? കമ്മ്യൂൺ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലെ കൂട്ടുകൃഷി സമ്പ്രദായമാണ് കമ്മ്യൂൺ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക വികസനത്തിനായിട്ട് ചൈന കമ്മ്യൂൺ സമ്പ്രദായം നടപ്പിലാക്കി. അതുപോലെ മഹത്തായ പ്രോലിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം ഉണ്ടായി. 1966 to 76 വരെയാണ് ഈ ഒരു വിപ്ലവം ഉണ്ടായത്. എന്താണ് ഈ പ്രോലിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞാൽ? ചൈനയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഡോക്ടർമാരും അധ്യാപകരും വക്കീലന്മാരും തുടങ്ങിയ ഉദ്യോഗസ്ഥരെല്ലാം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂട്ടത്തോടെ ജോലി ചെയ്യുകയും രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ഒരു വിപ്ലവമാണ് പ്രോലിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം എന്ന് പറയുന്നത്. 1966 ഇത് നടക്കുന്നത്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകരമായ വികസന മാതൃകയായിരുന്നു. പിന്നെ പറയുന്നത് 1978 മുതൽ ചൈനയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഉണ്ടായത്? ഒന്നാമത്തത് സ്വകാര്യ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. മറ്റൊന്ന്, സർക്കാർ വില സംവിധാനത്തോടൊപ്പം കമ്പോള വില സംവിധാനവും നിലവിൽ വന്നു. അതുപോലെ ഭൂമി വ്യക്തികൾക്കായി വിതരണം ചെയ്തു. പ്രത്യേക സാമ്പത്തിക മേഖലകൾ പ്രഖ്യാപിച്ചു. ഇതൊക്കെയാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ വികസന മാതൃകയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് മാനുഷിക വികസന സൂചനകൾ. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. ഇപ്പോൾ ഇന്ത്യ, ചൈന, പാകിസ്ഥാനിലെ മാനുഷിക വികസന സൂചനകളാണ് നോക്കുന്നത്. ഇന്ത്യയെക്കാളും പാകിസ്ഥാനേക്കാളും HDI റാങ്കുള്ളത്, അല്ലെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റാങ്കുള്ളത് ചൈനക്കാണ്. പ്രതിശീർഷ GDP കൂടുതലുള്ളത് ചൈനയിലാണ്. പ്രതീക്ഷിത ആയുസ്സും സാക്ഷരതാ നിരക്കും കൂടുതലുള്ളത് ചൈനയിൽ തന്നെയാണ്. ശുചീകരണ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടത് പാകിസ്ഥാനിലാണ്. ശിശുമരണ നിരക്ക് കൂടുതലുള്ളതും പാകിസ്ഥാനിൽ തന്നെയാണ്. ശുദ്ധജല കുടിവെള്ളം ലഭിക്കുന്നത് കൂടുതലും ഇന്ത്യയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ.